ഇന്ന് നമുക്ക് ഇലക്കറിയായി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളെ പറ്റി പരിചയപ്പെടാം. ഇതാണ് മധുരച്ചീര അല്ലെങ്കിൽ വേലിച്ചീര. ഇതിൻ്റെ അധികം മൂപ്പെത്താത്ത തണ്ടും അതേപോലെ ഇലയും തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കായും മെഴുകുപുരട്ടിക്ക് നല്ലതാണ് കേട്ടോ. ഞാനിത് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേക രുചിയാണ്. കായും അധികം വിളഞ്ഞു പോകരുത്. ഇതാണ് തകര. തകര നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇത് കഴിക്കുന്നത് കണ്ണിന് നല്ലതാണെന്ന് പറയുന്നു. ഉറക്കക്കുറവിനും തകരത്തോരൻ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ അരി വെയിലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ച് ഉലുവാപ്പൊടി ഇടുന്നതുപോലെ കാപ്പിയിലിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത് പൊന്നാരി വീരൻ. ഇതിൻ്റെ ഇലയും പൂവും ഒന്നിച്ചെടുത്ത് തോരൻ വയ്ക്കാം. എന്താ രുചി! ഇത് വാതസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ഇതാണ് കാട്ടുചീര. അരുണോദയം ചീര എന്നും പറയുന്നു. ആരും പരിഗണിക്കാത്ത ചീര ഇനത്തിൽപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ തളിരിലകൾ അടിപൊളി തോരൻ വയ്ക്കാൻ പറ്റുന്നതാണ്. ഞാനിത് കഴിച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഇതാണ് തഴുതാമ. തഴുതാമത്തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിലെ കഫം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് പലരും പൊന്നാങ്കണ്ണി ചീരയായി തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും ഇതല്ല കേട്ടോ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. സാധാരണ ചീര പോലെ തന്നെ തോരൻ വെച്ചുപയോഗിക്കുന്നതാണ് ഇത്. ഉപ്പുമാവിനകത്തും ഇടാറുണ്ട്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാമേ.